സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിൽ തെരുവുനായ നിയന്ത്രണവും സംരക്ഷണവും ഊർജിതമാക്കാൻ തളിപ്പറമ്പ് നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ അവതരിപ്പിച്ച സപ്ലിമെന്ററി അജണ്ട കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. പദ്ധതി ഉടൻ നടപ്പിലാക്കാനും തീരുമാനിച്ചു. തളിപ്പറമ്പ് നഗരസഭയിൽ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ ചെലവിൽ തെരുവുനായ നിയന്ത്രണവും സംരക്ഷണവും ഊർജിതമാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനായി താൽക്കാലിക ശുചീകരണ തൊഴിലാളികളിൽ പരിശീലനം ലഭിച്ച 2 പേരെ ഉൾപ്പെടുത്തി ഡോഗ് ക്യാച്ചർ സ്ക്വാഡ് രൂപീകരിക്കുക എന്നതാണ് ആദ്യ തീരുമാനം. പിടികൂടുന്ന നായ്ക്കളെ ABC സെന്ററിലേക്കോ ഷെൽട്ടറിലേക്കോ മാറ്റാൻ നഗരസഭയുടെ യോധ വാഹനം ഉപയോഗിക്കും. വാഹനത്തിൽ മിനി MCF വെച്ച് അതിലാണ് നായകളെ ഷെൽട്ടറിൽ എത്തിക്കുക. ABC സെന്റർ ആരംഭിക്കുന്നതിനായി നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ഉപയോഗിക്കാത്ത കെട്ടിടത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ സജ്ജീകരിക്കും. ഉപയോഗിക്കാതെ കിടക്കുന്ന 10 മിനി MCFകളെ താൽക്കാലിക ഷെൽട്ടറുകളാക്കി മാറ്റിയാണ് നായകളെ പാർപ്പിക്കുക. കെട്ടിടവും സൗകര്യവും നഗരസഭ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് പദ്ധതിക്ക് അനുയോജ്യമാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. തെരുവ് നായകൾ കൂടുതലായുള്ള ഹോട്ട്സ്പോട്ടുകളും ഫീഡിംഗ് പോയിന്റുകളും കണ്ടെത്തുന്നതിന് PHIമാരെയും ബിൽ കളക്ടർമാരെയും ചുമതലപ്പെടുത്തും. പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി ക്ലീൻ സിറ്റി മാനേജറെയും അസിസ്റ്റന്റ് ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി PHIയുമാണ് നിശ്ചയിച്ചത്. ഇത് ഇംപ്ലിമെന്റഡ് ആവുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ കാര്യങ്ങൾ നമുക്ക് പിടിക്കാൻ ആളുണ്ട്, പട്ടികളുണ്ട്, താനും പിടിക്കാൻ ആളുണ്ട്, കൊണ്ടുപോകാൻ പാർപ്പിക്കാൻ കെട്ടിടമുണ്ട്, അതിന് ഷെഡുമായി ഇനി തീറ്റിപ്പോന്റെ വീണ്ടും അതിന് 2 ആളെ നിയമിച്ചിട്ട് ചെലവഴിക്കാം തീരുമാനിക്കാം. ഇത് ഈ കൗൺസിൽ തീരുമാനപ്രകാരം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ബഹുമാനപ്പെട്ട പത്രമാധ്യമ നമ്മളൊരു മാതൃകാപരമായ ഒരു കാര്യം നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ PK സുബാർ അധ്യക്ഷത വഹിച്ചു. ദീപ രഞ്ജിത, PC നസീർ, ഫൈസൽ ചെറുകുന്നോൻ, റഫീഖ്, KM ലത്തീഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.